ഞാൻ ആദ്യമായിട്ട് അമൃത ടി വിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം കേരളത്തിൽ കണ്ണുനീർ പരമ്പരകൾ അരങ്ങുവാണിരുന്നൊരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വ്യത്യസ്തമായ ചില പരിപാടികളുമായി 2005 പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോകളുടെ തുടക്കം അമൃതയിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ടെലിവിഷൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്. 93 മുതൽ ടെലിവിഷനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഈ ടെലിവിഷനിൽ വരുന്ന മാറ്റങ്ങൾ, ലോകത്തെന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൽ ആ മാറ്റത്തിന് തുടക്കമിട്ട ഒരു ചാനൽ എന്ന നിലയിൽ അമൃത കൊണ്ടുവന്ന ആ വിപ്ലവം, ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ സഫാരി എന്നൊരു ചാനൽ സ്വപ്നം കാണുമ്പോൾ വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും കേരളം സ്വീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഒരു മാതൃക ശരിക്കും അമൃത തന്നെയായിരുന്നു. ഞാൻ ലോകം കണ്ടു അല്ലെങ്കിൽ ഒത്തിരി രാജ്യങ്ങളുടെ യാത്ര ചെയ്തു എന്ന് ആളുകൾ പറയുമ്പോഴും ഞാൻ സ്വയം അഭിമാനിക്കുന്ന ഒരു കാര്യം, ഈ കേരളത്തിൽ ഏറ്റവും അധികം ടെലിവിഷൻ ചാനലുകൾ കണ്ടിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ ഏത് രാജ്യത്ത് പോയാലും, ആ രാജ്യത്ത് ഏത് സ്റ്റേറ്റിലേക്ക്, ഏത് പ്രൊവിൻസിലേക്ക് പോയാലും രാത്രി ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എൻ്റെ ജോലി ആ ഹോട്ടൽ മുറിയിലെ ടെലിവിഷനിൽ ആ നാട്ടിലുള്ള പ്രാദേശിക ചാനൽ വരെയുള്ള ചാനലുകളെ കാണുക, പറ്റുമെങ്കിൽ പുലർച്ചയോളം കാണുക, അവരുടെ ടെക്നോളജി എന്താണെന്ന് പഠിക്കുക, അവർ ചെയ്യുന്ന പരിപാടികൾ എങ്ങനെയാണെന്ന് വിശകലനം ചെയ്യുക, അതെങ്ങനെയാണ് നമ്മുടെ നാടിന് ഗുണമുള്ള ആശയങ്ങളാക്കി മാറ്റാൻ കഴിയുക എന്ന് ചിന്തിക്കുക. അതിലൊപ്പം ചിന്തിക്കും, ട്രാവലിൻ്റെ ഒരു ചാനൽ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, അവരെന്തെങ്കിലും പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ. അപ്പോൾ ഈ ആശയങ്ങൾ കൊണ്ടുവന്ന അമൃതയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒപ്പം ഇന്ന് എന്നെ ഈ സ്നേഹപൂർവ്വം ആദരിക്കാൻ കാണിച്ച മനസ്സിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു.